എ.പി. അബ്ദുൽ ഹക്കീം അസ്ഹരി. ഈ പേര് നമ്മൾക്കിപ്പോൾ സുപരിചിതമാണ്. മഹാനായ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവരുടെ മകനാണെന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നതെങ്കിൽ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മതകാര്യങ്ങളിൽ മടി കൂടാതെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ഇപ്പോൾ കേരള മുസ്ലിങ്ങൾക്ക് സുപരിചിതനാണ് ഇദ്ദേഹം, ഹക്കീം അസ്ഹരി എന്ന ഈ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ വന്ന ഇപ്പോഴത്തെ അഭിപ്രായം മികച്ചൊരു അഭിപ്രായമാണത്. എതിരാളികൾ അതിനുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ മിക്ക അഭിപ്രായങ്ങൾക്കും അനുകൂലിക്കുന്നവരെക്കാൾ പ്രതികൂലിക്കുന്നവരാണ് അധികവും കണ്ടുവരാറുള്ളത്. സമുദായത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് എതിർപ്പുള്ളവരും ഇല്ലാതില്ല. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ ഈ അഭിപ്രായ പ്രകടനം. ഇതിനെക്കുറിച്ച് പൊതുസമൂഹം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പതിവ് പോലെ രേഖപ്പെടുത്തുന്നത് കാണാം. അതായത് ബാങ്കിൻ്റെ ശബ്ദം കുറയ്ക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ അഭിപ്രായം. ഇത് ഇദ്ദേഹത്തിൻ്റേതോ മാത്രമോ പുതിയതോ ആയ ഒരു അഭിപ്രായമല്ല എന്നാണ് വാസ്തവം. കാരണം ഒരു ബഹുമത സമൂഹത്തിൽ ആരാധനാലയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. വ്യത്യസ്ത ആരാധനാലയങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത ആരാധനാ മുറകളും രീതികളും അവയുടെ പബ്ലിക് പൊതുസ്ഥലങ്ങളിലുള്ള ചില പ്രകടനങ്ങളും പ്രോസഷനുകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ അവയെല്ലാം തന്നെ ഒരു കരുതലുണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഇതര സമൂഹങ്ങൾക്ക് അന്യൻ എന്ന് നമ്മൾ പറയണ്ട, ഇത്തരം സമൂഹങ്ങൾക്ക് ഉപദ്രവകരമോ ശല്യമോ തോന്നാത്ത വിധത്തിലായിരിക്കണം ഓരോ മതവിഭാഗങ്ങളും തങ്ങളുടെ പൊതുസ്ഥലത്ത് വെച്ചുള്ള വിശ്വാസ പ്രകടനങ്ങൾ എന്നുള്ളതാണ് ഒരു സ്വാഭാവിക മര്യാദയാണത്. അതത്ര വിപ്ലവകരമായൊരു നിയന്ത്രണമോ ദൈവത്തിനോ മതത്തിനോ നിരക്കാത്ത നിഷേധമോ ആയി തോന്നുന്നില്ല, കരുതാനാവില്ല. ബാങ്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കർമ്മമാണ്. എന്നാൽ അത് ഒരു ലൗഡ് സ്പീക്കറിലൂടെ വേണമെന്നുള്ളത് അനിവാര്യതയല്ല. നമസ്കാരത്തിൻ്റെ സമയം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ബാങ്കുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചതാണ്. ആദ്യം അതിന് പല സംവിധാനങ്ങളുണ്ടായിരുന്നെങ്കിലും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സമയത്താണത് ബാങ്ക് ആദാൻ ഉയരത്തിൽ കയറി നിന്ന് ആളുകൾ കേൾക്കത്തക്ക വിധത്തിൽ അള്ളാഹുവിൻ്റെ ഏക ഇലാഹിൻ്റെ പ്രഖ്യാപനം, നമസ്കാരം എന്ന വിജയത്തിലേക്കുള്ള ക്ഷണം വിളിച്ചറിയിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് എന്ന് കാണാം. ബാങ്ക് അന്ന് മുതൽ ഇങ്ങോട്ട് ഇസ്ലാം കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും അവരുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനെക്കുറിച്ച് ഇസ്ലാമികേതര സമൂഹങ്ങൾക്ക് മുസ്ലിങ്ങളെക്കാൾ ഭക്തിയും ഭയഭക്തിയോടെയും ആദരവോടെയും ബാങ്കിനെ കാണുന്ന ഇതര മതസ്ഥരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. പലരും ഹക്കീം അസ്ഹരിയുടെ ബാങ്കിൻ്റെ ശബ്ദം കുറക്കണം എന്ന അഭിപ്രായത്തോട് ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ അമുസ്ലിങ്ങൾ അതിനോട് യോജിപ്പില്ലാത്തവരായി കാണാം. കാരണം അവരിൽ പലരും വളരെ പോസിറ്റീവായിട്ടാണ് ബാങ്കിനെ കാണുന്നത് എന്നത് തന്നെയാണ് കാരണം. എങ്കിലും ഒരു പൊതുമത സമൂഹത്തിൽ നമുക്ക് ഒരു മതത്തിൻ്റേത് മാത്രമായ ശബ്ദ കോലാഹലങ്ങൾക്ക് ഇടം നൽകാനാവില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ശബ്ദം അഥവാ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ അന്യമതസ്ഥരുടെ സാന്നിധ്യമുള്ളിടത്ത് കുറക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. അത് ദീനിനെതിരായ ഒരു കർമ്മവുമല്ല. ബാങ്കിൻ്റെ മാത്രമല്ല,
പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള മൗലിദ് പാരായണം, മറ്റ് പ്രാർത്ഥനകൾ, ഇവയുടെയൊക്കെ ശബ്ദം അതാത് പള്ളി അങ്കണങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലോ പുറത്ത് വളരെ താഴ്ന്ന രീതിയിലോ കേൾപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിപ്രായം. അതിനെയും നാം സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ആരാധനകൾ നമ്മുടേത് മാത്രമാണ്. നമ്മുടെ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ നാം ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും അവരുടേതാണ്. ഇതൊന്നും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല. അതേ സമയത്ത് പ്രാർത്ഥനകളുടെ മൂല്യം തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അവ മറ്റുള്ളവർക്ക് അരോചകവും അസഹ്യവും ആയി കേവലം ശബ്ദ മലിനീകരണമായി മാറുമ്പോൾ അത് അതാത് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തോട് തന്നെ കാണിക്കുന്ന തിന്മയായിട്ട് വേണം കാണാൻ. അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രിയായും മറ്റും പലതരത്തിലിരുന്ന ആള്, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടുകൾ വളരെയധികം അംഗീകരിക്കപ്പെട്ടതുമാണ്. അദ്ദേഹം പോലും ഒരിക്കൽ പറയുകയുണ്ടായി, ബാങ്കിനെ വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ വിശേഷിപ്പിച്ചതായി കാണുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പേര് പറയുന്നതിന് പ്രസക്തിയില്ല. അതായത് ഒരാളെ കൊണ്ട് ബാങ്കിനെ, മുസ്ലിങ്ങളുടെ ദൈവത്തെ അപഹാസ്യമാം വിധം അഭിപ്രായം രേഖപ്പെടുത്താൻ നിർബന്ധിതമാക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു താല്പര്യം. മാത്രമല്ല ഇസ്ലാം അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഗുണകാംക്ഷയാണ് ഇച്ഛിക്കുന്നത്. ഒരു സമൂഹത്തിന് ആവശ്യമില്ലാത്തത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ, നിർബന്ധിക്കാൻ ഇസ്ലാമിൻ്റെ വിശ്വാസം ആവശ്യപ്പെടുന്നില്ല. എന്നിരിക്കെ ഒരു കൂട്ടർക്ക് ഒരു കാലഘട്ടത്തിൽ സമയം മനസ്സിലാക്കാൻ മറ്റു ഉപാധികളും മാർഗങ്ങളും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും പല പ്രദേശങ്ങളിലും ബാങ്ക് മനുഷ്യർക്ക് സമയമറിയാനുള്ള മുഖ്യ സ്രോതസ്സായി മാറിയിരുന്നു. മാത്രമല്ല ഇസ്ലാമിൻ്റെ ഒരു ചര്യ തന്നെ സമയബോധം നിലനിർത്തുക എന്നുള്ളതാണ്. സമയബോധം എന്നുള്ളത് വളരെ മുഖ്യമാണ്. ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളും ആരാധനകളും മുഴുവൻ സമയബന്ധിതമാണ്. ഇത്രയും സമയബന്ധിതമായ ഒരു വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ സമയമറിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് സ്വാഭാവികവുമാണ്. പക്ഷെ അതൊരിക്കലും അത് രസിക്കാത്തവർക്ക്, അത് അസഹ്യമായി തോന്നുന്നവർക്ക് അസഹ്യതയുണ്ടാക്കുന്ന തരത്തിലാകാൻ പാടില്ല എന്നുള്ളതും ഇസ്ലാമിൻ്റെ താല്പര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു മതപണ്ഡിതൻ വ്യക്തമായ മത കാഴ്ചപ്പാടോടുകൂടി അഭിപ്രായപ്പെടുമ്പോൾ നമുക്കതിനെ ദുരുദ്ദേശത്തോടെ കാണേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കളോ ഇസ്ലാമിനോട് എതിരുള്ളവരോ പറയുന്ന അഭിപ്രായത്തിൻ്റെ കൂട്ടത്തിൽ ഇതിനെ കാണാനാവില്ല. ഇദ്ദേഹം ഈ ദീനിനു വേണ്ടി സർവഥാ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ തോറും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ലോകത്ത് പല രാജ്യങ്ങളിലും ലൗഡ് സ്പീക്കറിലൂടെയുള്ള ബാങ്ക് പതിവില്ല. ഒന്നാമതായി നമ്മുടെ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും തന്നെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന മിനാരങ്ങളിൽ നിന്നാണ്. പിന്നീട് അത് ഉടനെ തന്നെ മസ്ജിദുകൾക്കകത്തും നഗരത്തിലും ആകമാനവും സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ബാങ്ക് കൊടുക്കുന്നത് തുടക്കത്തിൽ എങ്ങനെയാണോ ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ബാങ്ക് കൊടുത്തത് അതേ രീതിയിൽ തന്നെയാണ് മക്കത്തും മദീനത്തും ഇന്നും കൊടുക്കുന്നത്. എങ്കിലും അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ശബ്ദ മലിനീകരണത്തിന് ഇടമില്ലാത്ത രീതിയിൽ നഗരങ്ങളിലും പള്ളികൾക്കകത്തും എന്നുള്ളതാണ് വസ്തുത. ഇതേപോലെ യൂറോപ്പിലെ പ്രധാനമായും തുർക്കിയിൽ പള്ളിക്കകത്താണ് ബാങ്ക്. ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മൈക്ക് അനുവദിക്കുന്നില്ല. കേരളത്തിൽ തന്നെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ, അവർ സുന്നത്തുകളിൽ ഒന്നിനു പോലും വീഴ്ച വരുത്താത്ത കൂട്ടരാണ്. അവർക്ക് ബാങ്കിന് മൈക്ക് ഉപയോഗിക്കുന്നത് നിഷിദ്ധമായി കരുതുന്നവരായിട്ടുണ്ട്. ചില പ്രബല പണ്ഡിതന്മാർ ബാങ്കിന് മൈക്ക് ഉപയോഗിക്കുന്നതിനെ എതിർത്തതായി കാണാം. അവരുടെ പേരുകൾ ആ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നില്ല.
അതിന് പ്രസക്തിയുമില്ല. ഇതേ രീതിയിൽ ബാങ്കിൻ്റെ ശബ്ദം താഴ്ത്തി ബാങ്ക് കൊടുക്കുന്നതിനെ പോലെ തന്നെ പ്രധാനമാണ് ഒരേ ജംഗ്ഷനിൽ ഇന്ന് കാണുന്നത് 5ഉം 6ഉം മുസ്ലിം പള്ളികൾ കാണാം. 5ഉം 6ഉം വിഭാഗത്തിൻ്റെ പള്ളികൾ. ഈ 5 പള്ളികളിൽ നിന്ന് ഒരേ സമയത്ത് 1 by 1, ഒന്നിന് ശേഷം ഒന്ന് തുടങ്ങുന്നതോടുകൂടി മറ്റേത് ആരംഭിക്കുകയായി. ഇങ്ങനെ ബാങ്ക് കേൾക്കാം. ബാങ്കിൻ്റെ ഒരു സിഫ്ത്ത്, അതായത് ഒരു ഐഡിയ, ഒരു ആശയം തന്നെ അത് കേൾക്കുന്നവൻ അതേപോലെ ആവർത്തിക്കണം എന്നുള്ളതാണ്. ബാങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിക്കുന്നത് ബാങ്കിൻ്റെ ഒരു സിസ്റ്റമാണ്. ഈ ഒരു സ്ഥലത്ത്, ഒരേ ദിക്കിൽ നിന്ന്, ഒരേ രംഗത്ത്, ഒരേ സ്ഥലത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ലൗഡ് സ്പീക്കർ കെട്ടി 4ഓ 5ഓ ബാങ്കുകൾ കലർപ്പോടുകൂടി കലർന്ന് വരുമ്പോൾ അതിൽ അക്ഷരസ്ഫുടത കണ്ടെത്താനാവില്ല. ആർക്കും ബാങ്കിനോടൊപ്പം ബാങ്ക് ഉച്ചരിക്കാനും ആവില്ല. ഉച്ചരിച്ച ബാങ്ക് കേട്ട സ്ഥലത്തേക്ക് ജമാഅത്തിനായി നിസ്കരിക്കാൻ പോകാനും ആവില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിൽ നമുക്ക് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഒന്നിലധികം പള്ളികളുള്ള ഒരേ ജംഗ്ഷനിൽ പള്ളികൾ ഓരോ ആഴ്ചയോ ഓരോ മാസമോ ഓരോ പള്ളിയിൽ നിന്നായി ബാങ്ക് ക്രമീകരിക്കണം. ഇതിന് പണ്ഡിതന്മാർ മുന്നിട്ട് വരണേ തീരൂ. മഹല്ല് കമ്മിറ്റികളും. അതായത് എല്ലാവരും ഒരേ സമയത്ത് ആർത്തലക്കുന്നതിന് പകരം ഓരോരുത്തരായി കൊടുക്കുമ്പോഴേ ബാങ്കിൻ്റെ അത് ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാവൂ എന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വാശി പോലെ അവൻ്റെ ബാങ്ക് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് മറ്റവൻ്റെ ബാങ്ക് ആരംഭിക്കുക. ഇങ്ങനെ 4ഉം 5ഉം ബാങ്കുകൾ ഒരേ ജംഗ്ഷനിൽ നിന്ന് ഉയർന്നു കേട്ടാൽ ഇത് മുസ്ലിങ്ങൾക്ക് പോലും അസഹ്യമാണെന്നിരിക്കെ അമുസ്ലിങ്ങളുടെ കാര്യം പറയണോ? ഈ അവസ്ഥയിലാണ് നമുക്ക് ബാങ്കിൻ്റെ ശബ്ദം താഴ്ത്തലിനെ കുറിച്ച് പര്യാലോചിക്കാൻ മഹല്ല് കമ്മിറ്റികൾ മുന്നോട്ട് വരണമെന്നുള്ള അഭിപ്രായത്തിന് പ്രസക്തിയേറുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കേരള ഹൈക്കോടതിയിലെ പ്രബലനായ ഒരു വക്കീൽ, അദ്ദേഹത്തിൻ്റെ പേര് മലയാളികളിൽ പ്രത്യേകിച്ച് ഇന്റലക്ച്വലുകൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണ്, സുപരിചിതമാണ്. പേര് പറയുന്നില്ല. അദ്ദേഹം പൊതുവെ ഇസ്ലാമിക കാര്യങ്ങളിലും മുസ്ലിങ്ങളോടൊപ്പവും പൊതു പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മുസ്ലിം അല്ലാത്ത അമുസ്ലിമാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഒരു തുറന്ന സംസാരത്തിനിടയ്ക്ക്, എനിക്ക് മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ യാതൊരു വെറുപ്പുമില്ല, പക്ഷേ അവരുടെ ആരാധനാലയങ്ങൾ ഇത്രമേൽ ശബ്ദമലിനീകരണം നടത്തുന്നത് എനിക്ക് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കാൻ തന്നെ തടസ്സമായിത്തീരുന്നു പലപ്പോഴും എന്ന് പറയുകയുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിനടുത്തുള്ള മസ്ജിദിൽ നിന്ന് സദാസമയവും മൈക്ക് കെട്ടിയുള്ള ആലാപനങ്ങളാണ്, പ്രാർത്ഥനകളാണ്. അത് സ്വൈരമായി ഓഫീസിലിരുന്ന് പണിയെടുക്കാൻ തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് നമുക്ക് ഈ സമയത്ത് എടുത്തു പറയാൻ കാരണം ഹക്കീം അസ്ഹരിയുടെ ഈ അഭിപ്രായം ഇതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. കാരണം നമ്മോട് നേരിട്ട് അഭിപ്രായപ്പെടാൻ വിഷമമുള്ള പല അന്യമതസ്ഥരും രഹസ്യമായി ബാങ്കിനെ കുറ്റപ്പെടുത്തുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. അവർക്കൊക്കെയും ഒരു ആശ്വാസമായിക്കൊള്ളും ഈ വാക്ക്. നമ്മുടെ ബാങ്ക് നമ്മുടെ പരിധിയിൽ ഒതുക്കി കൊടുക്കുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യമായി തീരുന്നില്ല. അതുകൊണ്ട് അന്യമതസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റാനോ ഒരു മതേതര രാജ്യത്ത് നിലനിൽപ്പ് ഉറപ്പുവരുത്താനോ വേണ്ടിയല്ല ബാങ്കിന് ശബ്ദം കുറക്കാൻ ആവശ്യപ്പെടുന്നത്. അത് ദീനിൻ്റെ തന്നെ പൊതുസമൂഹത്തോടുള്ള ഗുണകാംക്ഷയുടെ പേരിലായിരിക്കണം. നമ്മുടെ നിയ്യത്തുകളാണ് നമ്മുടെ പ്രതിഫലങ്ങൾക്ക് നമ്മളെ അർഹരാക്കുന്നത് എന്നാണല്ലോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ബാങ്ക് മത്സരിച്ച് കൊടുക്കേണ്ട ഒരു വസ്തുതയല്ല. അത് അള്ളാഹുവിൻ്റെ ഏകത്വവും നമസ്കാരത്തിൻ്റെ അവനോടുള്ള ആരാധനയുടെ പ്രാധാന്യവും വിളിച്ചറിയിക്കുന്ന, പ്രഘോഷിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാനാവണമെങ്കിൽ അത് ആളുകൾക്ക് കൂടി തൃപ്തികരമായ, അവർക്ക് കൂടി സ്വീകാര്യമായ രീതികളിലായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.